ഹായ് എവരിബഡി. അപ്പം ആദ്യത്തെ ഒരു വോയിസ് ഓവർ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ കൊട്ടിയൂർ പോവാണ്. കൊട്ടിയൂർ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതാണ്. കൊട്ടിയൂർ പോകുന്നത് നല്ല വെള്ളപ്പൊക്കമൊന്നും തന്നെയാണ്. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. തിരക്ക് വെച്ചാൽ നല്ല തിരക്കാണ്. പോയി നല്ല തിരക്കാണെങ്കിലും കുറച്ച് നേരം ക്യൂ നിന്നാലും നല്ല ഇതായി തൊഴുതു. എന്താ പറയുക, ഒരു പീസ്ഫുൾ മൈൻഡിൽ നിന്നു. കുറേ കാലമായി ഇപ്പോൾ കൊട്ടിയൂർ പോകണമെന്ന് വിചാരിക്കുന്നു. ഓരോരോ കൊല്ലം വിചാരിക്കുന്നു അടുത്ത കൊല്ലം പോകാമെന്നുള്ള രീതിയിലായി പോകുന്നു. ഇക്കൊല്ലം എന്തായാലും മോളെയും കൊണ്ട് പോകണമെന്ന് വെച്ച് അക്കരെ കൊട്ടിയൂരും പോയി ഇക്കരെ കൊട്ടിയൂരും പോയി കേട്ടോ. രണ്ടു പുറത്തും നല്ലോണം തിരക്കുണ്ടെങ്കിലും നമുക്ക് പോയി തൊഴുത് വരാൻ പറ്റിയ ഇതായിരുന്നു. നല്ല മഴയും ഇതൊക്കെ തൊഴുത് വരുന്ന വഴിക്ക് വടാപ്പൂ വാങ്ങി കേട്ടോ. കുറേ ആയി വാങ്ങിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാമാനിക്കുന്നത്ത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ പോയി. അവിടുത്തെ കുളത്തിൽ കുറച്ച് നേരം പോയി നോക്കി. കുറച്ച് മീനുണ്ട് കേട്ടോ, നല്ല വലിയ മീൻ. കുറച്ച് നേരം അത് നിന്ന് ആ വെള്ളത്തിലൊക്കെ ഒന്ന് കാല് കഴുകി അമ്പലത്തിൽ കയറി വന്നതിന് ശേഷം കേട്ടോ കുളത്തിലേക്ക് വന്നത്. കുളത്തിൻ്റെ അവിടെ വന്ന് നല്ലോണം കുറച്ച് നേരം അവിടെ നിന്നു. നല്ലൊരു ഏരിയ, നല്ല തണുത്ത ഏരിയ. അന്നപ്പോൾ ഒന്നും മഴയില്ല കേട്ടോ. അവിടുന്ന് കാലൊക്കെ കഴുകി ഒരു ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മഴ പെയ്തു. ഫുള്ള് ഏകദേശം നല്ലോണം മഴ കൊണ്ടിട്ടാട്ടോ ഞങ്ങൾ 3 പേരും അമ്മൻ്റെ അനിയത്തിൻ്റെ മോളും ഞാനും മോളും കൂടിയായിരുന്നു കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ മുത്തപ്പൻകാവിലേക്ക്. മുത്തപ്പൻകാവിലും അതുപോലെ തന്നെ കുറേ ആയി വിചാരിക്കുന്നു മുത്തപ്പൻ്റെ അടുത്ത് പോകണം, മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണണം. കുറേ ആയി. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തപ്പൻ്റെ അടുത്ത് പോകാൻ, മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണുക. ഭയങ്കരമായിട്ട് അധികം പോയിട്ടില്ലെങ്കിലും ഒരു 3-4 പ്രാവശ്യമായിട്ട് അവൾ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, മുത്തപ്പൻ അവിടെയും നല്ല മഴയാണെങ്കിലും നല്ല വെള്ളം കയറ്റമാണ്. പുഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. മുത്തപ്പൻ്റെ അവിടേക്ക് ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പും കൂടി കയറി മുത്തപ്പൻ്റെ ആ മുറ്റത്തെത്തുന്ന ലെവലാണ് വെള്ളം നിൽക്കുന്നത്. വെള്ളം കണ്ട അവൾക്ക് ഭയങ്കര കളിയാണ്. കുറേ നേരം ആ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കളിച്ചിട്ടുണ്ട് അവളും ഞാനും. കുറേ നേരം കളിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് പിന്നോട്ട് അമ്മമ്മക്ക് മുത്തപ്പൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകാം. എന്തോ തിരക്കില്ലാത്തതിനെ കൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് ചില്ലറ പർച്ചേസ് നടത്തി കേട്ടോ. കുറച്ച് അവിടുന്ന് നമ്മളിങ്ങനെ വാങ്ങാൻ അധികം നിന്നിട്ടില്ല. എന്നാലും അവൾക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞ് കമ്മൽ, അങ്ങനെ എന്തൊക്കെ വള വേണമെന്ന് പറഞ്ഞാൽ വളയും വാങ്ങിപ്പോയി. അവിടുന്ന് പിന്നെ നേരെ പോയത് പെരളശ്ശേരി അമ്പലത്തിലേക്ക് അവളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തതും ഇതുപോലെ തന്നെ കുളത്തിൽ പോയിരുന്നു. ആദ്യം ഞങ്ങൾ കുളത്തിൽ കാല് കഴുകിയിട്ട് അമ്പലത്തിൽ തൊഴാൻ പോകാമെന്ന് പറഞ്ഞാൽ കുളത്തിലിറങ്ങി നോക്കുമ്പോൾ അവളുണ്ടോ തിരിച്ച് കയറുന്ന എമ്മാതിരി മീനാ. അതും വലിയ വലിയ മീനാട്ടോ, നല്ല വലുപ്പത്തിലുള്ള മീൻ. കുറേ കാലം ആ വെള്ളത്തിൽ വെച്ചിരുന്നത്. കുറേ നേരം നമ്മൾ കാലിങ്ങനെ വെക്കുമ്പോൾ മീനൊക്കെ നമ്മളെ കാലിന് വന്ന് കൊത്തിയിട്ട് ഇക്കിളിയാവുന്നുണ്ടായിരുന്നു. അവൾ കുറേ നേരം വെച്ച് ഞാനും വെച്ചു കേട്ടോ. കുറേ വലിയ വലിയ മീൻ വന്ന് കൊത്തുമ്പോൾ നമുക്ക് വേദനയാവും. അന്നേരം പിന്നെ കാല് വേഗം മാറ്റി കളഞ്ഞിട്ടോ. ഇവിടെ ഇതുപോലെ ഞങ്ങൾ പണ്ടൊക്കെ കൊട്ടിയൂർ പോയി വരുന്ന സമയത്ത് കൊട്ടിയൂരും പെരളശ്ശേരിയും എല്ലായിടത്തിനും പോകുന്ന ആ ഒരു ഇതിൽ അവളിവിടെ വന്നിട്ടില്ല. അവളിത് ആദ്യമായിട്ടാണ് ഇവിടെ പെരളശ്ശേരി വരുന്നത്. അതിൻ്റേതായ അതൊക്കെ എക്സൈറ്റ്മെൻറ്റും അവൾക്കുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വെള്ളത്തിൽ നോക്ക് വരാനേ തോന്നില്ല. കുറേ കളിച്ചതിന് ശേഷമാണ് വെള്ളത്തിൽ നിന്ന് വന്നത്. അവൾക്ക് പറഞ്ഞാൽ കൊട്ടിയൂർ പോകുന്നത് പെരളശ്ശേരി പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു പോക്കെ അവളാണ് എന്നെക്കാട്ടും കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്തത്. പുറത്തുനിന്ന് ഞങ്ങൾ ആ കുളത്തുനിന്ന് പിടിച്ച് വലിച്ചിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വന്ന് അവിടുന്ന് പിന്നെ അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഞങ്ങൾ ലാസ്റ്റ് കയറിയത് മാഹിയിലുള്ള പള്ളിയിലാണ്. മാഹി അവിടെ നിർത്തിയ സമയത്ത് പള്ളിയിൽ കയറി, പള്ളിയിൽ പോയി തൊഴുതു. അവിടെയും കുറേ മാറ്റങ്ങൾ വന്നു. ഇപ്പം ഞാൻ വന്നിട്ട് തന്നെ കുറേ കൊല്ലമായി കേട്ടോ. മോള് ചെറുതായ സമയത്താട്ടോ വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ പോകാനും പറ്റാത്തതിനെ കൊണ്ട് അവളും എനിക്കൊന്ന് ചെറുപ്രായത്തിൽ വന്നതാണ്. അപ്പം അവൾക്ക് പഠിക്കുന്നത് ക്രിസ്ത്യൻസിൻ്റെ സ്കൂളാണ്. നമ്മൾ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം അവിടെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയുള്ളൂ. എന്തായാലും ഞങ്ങൾ ഈ ഒരു ഇത് ടൂറ് പോലെയാക്കി, തീർത്ഥാടനം എല്ലാം കൂടി ടൂറ് പോലെയാക്കി. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടൂറാണ്. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബൈ.